ജർമ്മൻ ഫിലോസഫർ ഇമാനുൽ കാണ്ടിൻ്റെ അപ്പനെക്കുറിച്ച് ഒരു കഥ ഇങ്ങനെ പറയാറുണ്ട്. ഒരു ദിവസം ഇയാൾ പോളണ്ടിലെ കാട്ടിലൂടെ ഒരു കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയാണ്. ആ സമയത്ത് ഒരു കൂട്ടം കൊള്ളക്കാരുടെ മുമ്പിൽപ്പെട്ടു. അയാളെ ഭീഷണിപ്പെടുത്തിയിട്ട് കയ്യിലുള്ള വാല്യുബിൾസൊക്കെ സ്വന്തമാക്കുന്നു, അയാളുടെ കുതിര പോലെ സ്വന്തമാക്കുന്നു. എന്നിട്ട് അവർ ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ ഇനി എന്തെങ്കിലും വാല്യുബിൾസ് ബാക്കിയുണ്ടോ? ആൾ പറഞ്ഞു, ഇല്ല. ആളിങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്, ഒന്നുമില്ല. അവർ പോയി കഴിഞ്ഞപ്പോഴാണ് ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞത്, ഈ മനുഷ്യൻ്റെ മേൽക്കുപ്പായത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ആരും കണ്ടുപിടിക്കാത്തൊരു പോക്കറ്റുണ്ട്. ആ പോക്കറ്റിൻ്റെ അകത്ത് കുറച്ച് ഗോൾഡ് കോയിൻസ് ഉണ്ട്. പേടിച്ചിങ്ങനെ നിന്നപ്പോൾ ആ മനുഷ്യനെ കുറിച്ച് ഓർത്തില്ല. അപ്പോൾ അവരുടെ നുണ പറഞ്ഞല്ലോ എന്ന് കരുതി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന് വിഷമമായി. ഈ മനുഷ്യൻ അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയും, ക്ഷമിക്കണം, പേടിയുള്ളതുകൊണ്ട് ഓർക്കാഞ്ഞതാണ്, എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡ് കോയിൻസ് ഉണ്ട്, ഇന്ന് അതും കൂടി എടുത്തു എന്ന് പറഞ്ഞു. ആ കൊള്ളക്കാരത് ആരും മേടിച്ചില്ലെന്ന് മാത്രമല്ല, അയാളുടെ കയ്യിൽ നിന്ന് എടുത്ത് എല്ലാം തിരിച്ചു കൊടുക്കുന്നു, കുതിരയും തിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് അവർ മടങ്ങിപ്പോവാണ്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ നമ്മോട് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രോമിസസ് കീപ്പ് ചെയ്യാറുണ്ടോ? നമ്മൾ പറയുന്ന വാക്കുകൾക്ക് എന്തുമാത്രം സത്യത്തിൻ്റെ കനമുണ്ട്? ഇതാണ് ഈശോ നമ്മോട് ചോദിക്കുന്നത്. വിൻസ്റ്റൺ ചർച്ചിൽ ഇങ്ങനെ പറയാറുണ്ട്, മനുഷ്യർ പലപ്പോഴും സത്യത്തട്ടി വീഴാറുണ്ട്, പക്ഷേ ഭൂരിഭാഗം പേരും ഒന്നും സംഭവിക്കാതെ അവർ പൊടിയും തട്ടങ്ങ് എഴുന്നേറ്റ് പോകും. നമ്മുടെ വാക്കുകൾക്ക് ആരുടെയും റെഫറൻസ് ഇല്ലാതെ കനമുണ്ടാവുമ്പോഴാണ് ഈ ക്രെഡിബിലിറ്റി ഗ്യാപ്പ് ഇല്ലാതാവുന്നത്.